ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ ആഴ്ചയിലെ 3 ചലഞ്ചസും കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത പവർ ടീമും അതിൽ നിന്ന് ഒരു ക്യാപ്റ്റനും അടുത്ത ആഴ്ചയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ക്യാപ്റ്റനായിട്ട് വരുന്നത് ഈ 3 ചലഞ്ചിൽ വിജയിക്കുന്ന ഏത് ടീമാണോ ആ ടീമിൽ നിന്നായിരിക്കും ക്യാപ്റ്റന് ഉണ്ടാവുക. ക്യാപ്റ്റനായിരിക്കും അടുത്ത ടീം ഡിവിഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ആഴ്ചയിലെ തിരഞ്ഞെടുക്കാൻ പോകുന്ന ക്യാപ്റ്റന് അധികം പവർ ഉണ്ടായിരിക്കുമെന്ന് ഓൾറെഡി ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 3 ചലഞ്ചും പിന്നിട്ട് കഴിയുമ്പോൾ നിലവിലെ പവർ ടീം, അതായത് ജിൻഡോ, അർജുൻ, റസ്മിൻ, അവർക്ക് 4 പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഋഷി, അൻസിബയുടെ ഡെൻ ടീമിനും 4 പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത്. ടീം നെസ്റ്റ്, അതായത് ശ്രീതു, നോറ, ശരണ്യ, അവരുടെ ടീമിന് അപ്സര, അവരുടെ ടീമിന് ലഭിച്ചിരിക്കുന്നത് 5 പോയിന്റാണ്. ഇന്നലത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ചാർജിങ് സ്റ്റേഷൻ. ആ ഒരു ടാസ്കില് ബിഗ് ബോസ് ശരിക്കും കളിച്ചു. അതിൽ ഫസ്റ്റ് നേടിയവർക്ക് മാത്രമാണ് ബിഗ് ബോസ് പോയിന്റ് കൊടുത്തത്, 3 പോയിന്റ്. ബാക്കിയുള്ള ആർക്കും പോയിന്റ്സ് കൊടുത്തില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ഗെയിമാണ് ശരിക്കും കളി മാറ്റി പിടിച്ചത്. അപ്പോൾ ആ ഗെയിമിൽ വിജയിച്ചത് ഗബ്രി ആയിരുന്നു. അപ്പോൾ അവർക്ക് 3 പോയിന്റ് എക്സ്ട്രാ കിട്ടി. അങ്ങനെ ഇപ്പോഴത്തെ ടണൽ ടീമായ ഗബ്രി, ജാസ്മിൻ, ശ്രീരേഖ, യമുന, ഇവർക്ക് ഇപ്പോൾ ചലഞ്ചസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം 7 പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ അവരിൽ നിന്നായിരിക്കും ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതും. അതുപോലെ അവരായിരിക്കും അടുത്ത പവർ ടീമും. ക്യാപ്റ്റൻ ആവാൻ കൂടുതലും ചാൻസ് ഉള്ളത് ഗബ്രി അല്ലെങ്കിൽ ജാസ്മിൻ ആയിരിക്കും. അപ്പോൾ ഗബ്രി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പവർ ടീമിൽ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗബ്രി ക്യാപ്റ്റൻ ആവാനും കൂടുതൽ ചാൻസ്. അപ്പോൾ ഇനി ആരായിരിക്കും ക്യാപ്റ്റൻ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.